ഒരേ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? പല ആൾക്കാരും മാസങ്ങളോളം, വർഷങ്ങളോളം എല്ലാം സമയമെടുത്തിട്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത് ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. പക്ഷേ സത്യത്തിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റും. ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും അവരുടെ സമയം വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മണിക്കൂറുകളായിട്ടും ദിവസങ്ങളായിട്ടും ആഴ്ചകളായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാ മൊബൈലിലെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉള്ള സാധനങ്ങൾ, സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, ഇങ്ങനെയുള്ള നമ്മളെ ശല്യം ചെയ്യുന്ന, നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയറുകളെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഫോക്കസ് ചെയ്ത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഏകാഗ്രതയോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ശല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പണ്ട് എനിക്കത് മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? അതെൻ്റെ കരിയർ മാറ്റണം എന്നുള്ളതാണോ? എൻ്റെ ഹാബിറ്റ് മാറ്റണം എന്നുള്ളതാണോ? എൻ്റെ ഹെൽത്ത് മാറ്റണം എന്നുള്ളതാണോ? എൻ്റെ സാമ്പത്തിക സ്ഥിതി അത് മാറ്റണം എന്നുള്ളതാണോ? അതോ എൻ്റെ റിലേഷൻഷിപ്പ് മാറ്റണം എന്നുള്ളതാണോ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു കാര്യം കണ്ടുപിടിക്കുക. നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ആ ഒരു വലിയ കാര്യം അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിന് നിങ്ങൾക്ക് ഒരു മണിക്കൂർ മതി കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് പല ആൾക്കാരും എന്ത് ചെയ്യണം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ആലോചിച്ചുകൊണ്ടിരിക്കും, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അതവിടെ ഉണ്ടാകില്ല. ചിന്തകൾ ഒരുപാടുണ്ടായിരിക്കും, അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. സത്യമാണല്ലോ. സോ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ പോരെ? പ്രവർത്തിച്ച് തീർക്കാനല്ലേ ഒരുപാട് സമയം വേണ്ടത്. പ്രവർത്തിച്ച് തുടങ്ങാൻ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പറ്റില്ലേ? ആർക്കെങ്കിലും മറുപടി കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള വാട്സപ്പിലെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽസിനൊന്ന് മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് പറ്റുമെങ്കിൽ അത് നമുക്ക് ചെയ്തുകൂടെ? നിങ്ങൾക്ക് രാവിലെ വ്യായാമം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു മണിക്കൂർ കൊണ്ട് ചെയ്യാലോ. നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത, അൺവാണ്ടഡ് ആയിട്ടുള്ള, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, അതായത് നിങ്ങൾ വെറുക്കുന്ന കോണ്ടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാലോ. അത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് വെറുപ്പുണ്ടാവുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ആ ടോക്സിസിറ്റി ഒഴിവാക്കാമല്ലോ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മണിക്കൂർ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയണത്, നമുക്ക് ശല്യമില്ലാത്ത, ഒട്ടും ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു സ്പേസ് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന, നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കത് മാറ്റിയാൽ കൊള്ളാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അതെന്താണ്? ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. അതെന്താണ്? മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇനി കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്തേക്കുക. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് സമയം കളയാതെ ആ പരിപാടി അങ്ങോട്ട് ചെയ്യുക, ഇറങ്ങി പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യത കുറവാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് മൂലം, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് വഴിയായിരിക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എത്തുന്നുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും അടുത്ത 3, 4, 5 സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു തുടക്കത്തിലെ ഒരു പടി ഉണ്ടല്ലോ, ആ ഒരു പടി നിങ്ങൾ ചവിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരുപാട് പടികൾ നിങ്ങൾക്ക് മിസ്സാവും. ഇതൊരു ചെയിന് പോലെയാണ്. എവിടെയെങ്കിലും ഒരു തുടക്കം കുറിച്ചെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. തുടക്കമേ ഇല്ലെങ്കിൽ പിന്നെ അത് എങ്ങോട്ട് പോകാനാണ്? അപ്പം തുടങ്ങി വെക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ വീഡിയോൻ്റെ കൺക്ലൂഷനിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 99% ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, കണ്ടു കഴിഞ്ഞു, അടുത്ത വീഡിയോ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത റീൽസ് നോക്കിയിട്ടുണ്ടാവും, അവരവരുടെ പാട് നോക്കി പോയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതിനകത്ത് 1% ആൾക്കാരുണ്ടായിരിക്കും. ആ 1% ആൾക്കാർ ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ അപ്ലൈ ചെയ്തെന്ന് വരും.
ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊന്ന് ഫോളോ ചെയ്തെന്ന് വരും. അവർക്ക് അവർ വിചാരിക്കാത്ത ഒരു വലിയ റിസൾട്ട് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്നും വരും. വിച്ച് മീൻസ് 99% ആൾക്കാരും അവരവരുടെ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടാലും അവർ ഒരു ആക്ഷൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ 1% അവരവരുടെ ജീവിതം മാറ്റി മറിക്കും. അതിപ്പോൾ ഞാനല്ല, ആരെങ്കിലും പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കും. നിങ്ങൾ അവരിൽ ഒരാളായിട്ട് മാറട്ടെ. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 1 മണിക്കൂർ കൊണ്ട് മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ്?